എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 81, 82 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ഇവിടെ നിലാവിനെ വർണ്ണിക്കുകയായിരുന്നു. രാത്രിയെ വർണ്ണിച്ചു, ചന്ദ്രനെ വർണ്ണിച്ചു, നിലാവിനെ വർണ്ണിച്ചു. അതിനുശേഷം ഈ നിലാവിലെ ജനങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെയാണ് പറയണത്. നമുക്ക് ആദ്യം 81ാമത്തെ ശ്ലോകം നോക്കാം. സമ്യക് നിപീതേന സഹ പ്രിയാഭി നവേന നിര്യദ്ഘന സൗരഭേണ കുലാന്യലീനാം കുമുദാസവേന ജുഘൂർനിരേ ജാതമദോദയാനി. ആദ്യം പദച്ഛേദം പറയാം. സമ്യക് നിപീതേന സഹ പ്രിയാഭി നവേന നിര്യദ്ഘന സൗരഭേണ കുലാനി അളീനാം കുമുദാസവേന ജുഘൂർനിരേ ജാതമദോദയാനി. ഇവിടെ അളികുലങ്ങളെ പറ്റിയിട്ടാണ്. അളികുലം എന്ന് പറഞ്ഞാൽ വണ്ടുകളുടെ കൂട്ടം. അവ എന്താണ് ചെയ്തത് എന്നാണ് ആദ്യം തന്നെ പറയണത്. അതിനുശേഷമാണ് മനുഷ്യരുടെ ലീലാവിലാസങ്ങൾ 82ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അളീനാം കുലാനി, അളികളുടെ കൂട്ടങ്ങൾ. കുലം കൂട്ടം. അത് അവ എന്തു ചെയ്തു? പ്രിയാഭിസഹ, അവർ കൂട്ടുകൂടിയിട്ട് അവരുടെ പ്രിയകളോട് കൂടിയിട്ട് ആൺവണ്ടുകളും പെൺവണ്ടുകളും ചേർന്നിട്ട് നവേന, നവേന എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഉണ്ടായി വന്നതായ നിര്യദ്ഘന സൗരഭേണ സമ്യക് നിപീതേന കുമുദാസവേന. നിര്യത് എന്ന് പറഞ്ഞാൽ നിർഗച്ഛത്, പുറത്തേക്ക് ഒഴുകി വരുന്നതായ, ഘനം നല്ല തിങ്ങി നിറഞ്ഞതായ, സൗരഭേണ വാസനയോടുകൂടിയ. തേനിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. നല്ല വാസനയുണ്ട് പൂവിന്. ആ വാസനയോട് കൂടിയതും അതുപോലെ തന്നെ ആ പൂവിൻ്റെ വാസനയുള്ളതും അതുപോലെ സമ്യക് നിപീതേന കുമുദാസവേന, നന്നായി കുടിച്ചതായ, സമ്യക് അതായത് തുടച്ച് വടിച്ച് കുടിച്ചു എന്നർത്ഥത്തിൽ, അങ്ങനെയുള്ളതായ നിപീതേന കുടിച്ചതായ, കുമുദ ആസവം, കുമുദം ആമ്പൽ, ആമ്പലിൻ്റെ ആസവം എന്നുള്ളത് കൊണ്ട് മധു എന്നർത്ഥം, തേൻ. അപ്പോൾ ആമ്പൽപ്പൂവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന തേൻ മുഴുവനും തന്നെ കുടിച്ചു വറ്റിച്ചു. ആരൊക്കെ? ഈ വണ്ടുകളുടെ കൂട്ടങ്ങൾ. അവയുടെ കൂട്ടുകാരോട് കൂടിയിട്ട്, പ്രിയതമമാരോട് കൂടിയിട്ട്, ആൺവണ്ടുകളും പെൺവണ്ടുകളും ചേർന്നിട്ട് ഈ പൂക്കളിലൊക്കെ, പ്രത്യേകിച്ച് ഈ ആമ്പൽ പൂക്കളിലൊക്കെ വന്നിരുന്നിട്ട് അതിലെ തേൻ നുകർന്നു, തേനൊക്കെ കുടിച്ചു വറ്റിച്ചു. എന്നിട്ട് അവയ്ക്ക് എന്താ സംഭവിച്ചത്? ജാതമദോദയാനി ജുഘൂർനിരേ. ജാതമദോദയം, ജാതം എന്ന് പറഞ്ഞാൽ ഉണ്ടായി വന്നതായ മദോദയം. മദോദയം എന്ന് പറഞ്ഞാൽ മദം, അതായത് ഭ്രാന്തം. ഈ തേൻ അല്ലെങ്കിൽ മധു ഒക്കെ ധാരാളം കുടിച്ചാൽ തലയ്ക്ക് ഒരു ഒരു അസ്വസ്ഥത പോലെയൊക്കെ തോന്നും, ഒരു വിഭ്രാന്തി ഉണ്ടാവും. അതാണ് മദം എന്നുള്ളത് കൊണ്ട് ഇവിടെ വർണ്ണിക്കുന്നത്. മദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഒരു വിഭ്രാന്തി, ഒരു അസ്വസ്ഥത എന്നുള്ള അർത്ഥമാണ് എടുക്കുന്നത്. ഈ ആസവം കുടിച്ചാൽ, ആസവം എന്നുള്ളതിന് മദ്യം എന്നും അർത്ഥമുണ്ട്, മധു എന്നുള്ളതിനും മദ്യം എന്നർത്ഥമുണ്ട്. ഈ മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ ആകെ കൂടി ഒരു പിടിവിട്ട മട്ടാവണത്, അതേപോലെ തന്നെ വണ്ടുകൾക്ക് തേനുണ്ടിട്ട് അതേ സ്വഭാവം വന്നു. അതാണ് പറയണത് ജാതമദോദയാനി. മദോദയം വന്നു ഭവിച്ചവയായിട്ടുള്ള അളീനാം കുലാനി, വണ്ടുകളുടെ കൂട്ടം. ജുഘൂർനിരേ, ജുഘൂർനിരേ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമൊന്നുമില്ലാതെ അങ്ങനെ പറന്ന് കളിക്കാൻ തുടങ്ങി, വട്ടം കറങ്ങുക എന്നൊക്കെയാണ് പറയുക. ഘൂർണനം എന്നുള്ളതിന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ലാതെ നടക്കുക, തെണ്ടി തിരിഞ്ഞ് നടക്കുക, വട്ടം കറങ്ങി നടക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയാറുണ്ട്. ഇവിടെ വ്യാഖ്യാനത്തിൽ പറയാണ് മാദക വസ്തുപാനജന്യോ അനുഭവ വിശേഷ ഘൂർണനം. മാദക വസ്തുക്കൾ, അതായത് മദ്യം പോലെയുള്ളത്, മധു ആയിക്കോട്ടെ മദ്യമായിക്കോട്ടെ, അതൊക്കെ കുടിച്ചാൽ ഒരു മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു ഉറപ്പില്ലായ്മ തോന്നും. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിയടിക്കുക. ഒരു നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മദ്യപന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഏന്തി വലിഞ്ഞൊക്കെ നടക്കുക, വഴിയിൽ വീഴുക, നിൽക്കാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളെയൊക്കെ ഒരു ലക്ഷ്യമില്ലായ്മ വരിക, അതിനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഘൂർണനം എന്ന് പറയുക. വണ്ടുകൾക്ക് തേൻ കുടിച്ചിട്ട് ആ ഒരവസ്ഥ വന്നു ചേർന്നു. അവയും ഇങ്ങനെ ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ പാറി പറന്ന് നടന്നു. വളരെയധികം മധു പാനം ചെയ്തത് കൊണ്ടാണ് വണ്ടുകൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അതിന് പ്രേരകമായത് ഈ നിലാവ് തന്നെയാണ്. നിലാവത്തെ എല്ലാവരും കൂടിയിട്ട് ആർത്തുല്ലസിച്ച് പുറത്തു വരികയും കൂടുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന വണ്ടുകളൊക്കെ
അവരവരുടെ കൂട്ടുകാരോട് കൂടി പോയിട്ട് ഈ മധു ഉണ്ടു. അതിനുശേഷം എല്ലാവർക്കും ഒരു ഘൂർണനം സംഭവിച്ചു എന്ന് കവി പറയാണ്. അതേപോലെ തന്നെ മനുഷ്യരുടെ വൃന്ദങ്ങൾക്കും സംഭവിച്ചു എന്നുള്ളതാണ് 82ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ. ഇതി പ്രവൃത്തോജ്വലചന്ദ്രഭാസി ജാതേ ജഗദ്ഖേദമുഷി പ്രദോഷേ സഹ പ്രിയൈർവിഭ്രമനാട്യശാലാം ഹാലാമസേവന്തവിലാസവത്യ. ആദ്യം പദച്ഛേദം പറയാം. ഇതി പ്രവൃത്തോജ്വലചന്ദ്രഭാസി ജാതേ ജഗദ്ഖേദമുഷി പ്രദോഷേ സഹ പ്രിയൈഃ വിഭ്രമനാട്യശാലാം ഹാലാം അസേവന്ത വിലാസവത്യ. ഇവിടെ ശ്ലോകത്തിൽ ജഗദ്ഖേദമുഷി എന്നേ ഉള്ളൂ. പക്ഷേ സംസ്കൃതത്തിൽ ജഗദ്ഖേദാമുഷി എന്ന് ദീർഘം കൊടുത്തിട്ടുണ്ട്. ആ വാക്കിൻ്റെ അവിടെ ദീർഘത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വന്നാൽ വൃത്തഭംഗവും വരും. അപ്പോൾ ജഗദ്ഖേദത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന, ഇല്ലായ്മ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അർത്ഥത്തിലേക്ക് കിടക്കാം. ഇതി ഇപ്രകാരം പ്രവൃത്തോജ്വല ചന്ദ്രഭാസി ജഗദ്ഖേദമുഷി പ്രദോഷേ ജാതേ. ഇപ്രകാരമൊക്കെ പ്രവൃത്ത ഉജ്ജ്വല ചന്ദ്രഭാസി, ഉജ്ജ്വലമായ ചന്ദ്രഭാ, ചന്ദ്രൻ്റെ ഭാ എന്ന് പറഞ്ഞാൽ കിരണങ്ങൾ, അങ്ങനെ ഉജ്ജ്വലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിനെ മുഴുവനും നിലാവിൽ കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവൃത്തോജ്വല ചന്ദ്രഭാസി, അതുകൊണ്ട് തന്നെ ജഗദ്ഖേദമുഷി പ്രദോഷേ ജാതേ, ജഗത്തിൻ്റെ ഖേദത്തെ മുഴുവനും അപഹരിച്ചു കളയുന്നതായ പ്രദോഷം വന്നു ഭവിച്ചപ്പോൾ, പ്രദോഷം സന്ധ്യ വൈകുന്നേരം ആയിത്തീർന്നപ്പോൾ, അതായത് ജഗത്തിൻ്റെ ഖേദം എന്ന് പറയുന്നത് ഇരുട്ട് വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇരുട്ടൊക്കെ പോയി നല്ല വെളിച്ചം വന്നു വീണു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷമായി. ഹാവു, ഇരുട്ടൊക്കെ പോയി നല്ല വെളിച്ചമുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷം, ജഗത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയാക്കി ചന്ദ്രൻ വന്ന് പ്രകാശിച്ചു നിൽക്കാൻ തുടങ്ങിയപ്പോൾ, ആ വൈകുന്നേരം, ആ സന്ധ്യാസമയം അങ്ങനെ നല്ല ഭംഗിയായിരുന്നു, നല്ല നിലാവുള്ളൊരു രാത്രിയായിരുന്നു. ആ സമയത്ത് വിലാസവത്യ, ഇവിടെ വിലാസവതികൾ എന്നുള്ള അർത്ഥത്തിൽ സ്ത്രീകളെയാണ് പറയുന്നത്. സ്ത്രീകൾ എന്താ ചെയ്തത്? പ്രിയൈഹി സഹ, നേരെ തിരിച്ചാണ്. വണ്ടുകളുടെ കാര്യത്തിലൊക്കെ അവർ പ്രിയാഭിസഹ എന്നാണ് പറഞ്ഞത്. ആൺവണ്ടുകളൊക്കെ പെൺവണ്ടുകളെ കൂട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇവിടെ മനുഷ്യരുടെ കാര്യം വന്നപ്പോഴേക്കും സ്ത്രീകളാണ് ആദ്യം ഇറങ്ങി പുറപ്പെട്ടത്. അതാണ് വിലാസവത്യ. പ്രശസ്തമായിട്ടുള്ള വിലാസങ്ങളോട് കൂടിയവർ സ്ത്രീകൾ, നല്ല മിടുക്കത്തികളായിട്ടുള്ള ദേവഗണികമാരോ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ, ദേവദാസിമാർ, അവരൊക്കെ എന്തു ചെയ്തു? പ്രിയൈഹി സഹ, പ്രിയന്മാരോട് കൂടി ചേർന്നുകൊണ്ട് വിഭ്രമനാട്യശാലാം ഹാലാം അസേവന്ത, രണ്ട് വസ്തുക്കളെ സേവിച്ചു. രണ്ടിടങ്ങളെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ ഏതൊക്കെയായിരുന്നു? ഒന്ന് വിഭ്രമനാട്യശാല, മറ്റൊന്ന് ഹാല. ഹാല എന്ന് പറഞ്ഞാൽ മദ്യം എന്നർത്ഥം. ഹാല എന്നുള്ളതിന് മദ്യം എന്നും വിഷം എന്നും അർത്ഥമുണ്ട്. ഹാലാഹലം എന്നുള്ളതൊക്കെ വിഷത്തിന്, ശ്രീ പരമേശ്വരൻ ഭഗവാൻ പാനം ചെയ്ത വിഷത്തിന് ഹാലാഹലം, കാളകൂടം എന്നൊക്കെ പറയണതിൻ്റെ പര്യായമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഹാല എന്നുള്ളതിന് മദ്യം എന്നാണ് അർത്ഥം പറയേണ്ടത്. മദ്യം വേണ്ടുവോളം കുടിച്ചു. വിലാസവതികളായിട്ടുള്ള സ്ത്രീകളും അവരുടെ പുരുഷന്മാരും ധാരാളം മദ്യം സേവിച്ചു. മാത്രമല്ല, പിന്നെ അവരെവിടേക്കാണ് പോയത്? വിഭ്രമനാട്യശാല. വിഭ്രമനാട്യശാല എന്ന് പറഞ്ഞാൽ നാട്യശാലകൾ ഈ കലാപരിപാടികളൊക്കെ നടത്തുന്ന വലിയ വലിയ കേന്ദ്രങ്ങളാണ്, അഗ്രശാലകളാണ്. അവിടെ ഈ സ്ത്രീ പുരുഷ ഭേദമന്യേ പോയിരിക്കുകയും അവർ മദ്യം പാനം ചെയ്യുകയും രതിക്രീഡകളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഭാഗങ്ങൾ, അതിനെയാണ് വിഭ്രമനാട്യശാല എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പോയിരുന്നിട്ട് മദ്യവും കഴിച്ചു, അതുപോലെ തന്നെ അവർ കൂട്ടുകൂടി രസിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ കവി പറയണത്. അപ്പോൾ വണ്ടുകളുടെ ലീലാവിലാസങ്ങളെ പറ്റി പറഞ്ഞു, മനുഷ്യരുടെ ലീലാവിലാസങ്ങളും കൂട്ടത്തിൽ പറയുകയാണ് ചെയ്യണത്. അവരെല്ലാവരും കൂട്ടുകൂടിയിട്ട് മദ്യം കഴിച്ച് ഈ ലക്ക് കെട്ട് ആടിപ്പാടി ഈ പറഞ്ഞ എന്താ പറയുക, വിഭ്രമനാട്യശാലകളിൽ പോയി ആ നിലാവുള്ള രാത്രി കഴിച്ചുകൂട്ടി എന്നാണ് കവി പറയണത്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ സ്ത്രീ പുരുഷന്മാരുടെ മദ്യപാനത്തിനെ പറ്റിയിട്ടൊക്കെ ഒന്നുകൂടി വിസ്തരിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും ഒന്നും കൂടി ചൊല്ലി നോക്കാം. സമ്യഗ്നിപീതേന സഹ പ്രിയാഭി നവേന നിര്യദ്ഘനസൗരഭേണ കുലാന്യലീനാം കുമുദാസവേന ജുഘൂർനിരേ ജാതമദോദയാനി
ഇതി പ്രവൃത്തോജ്വലചന്ദ്രഭാസി ജാതേ ജഗത്ഖേദമുഷിപ്രദോഷേ സഹ പ്രിയൈർവിഭ്രമനാട്യശാലാം ഹാലാമസേവന്ത വിലാസവത്യ. ഇവിടെ വിഭ്രമനാട്യശാലാം ഹാലാം അസേവന്ത, രണ്ടിനെയും സേവിച്ചു എന്നാണ് പറയുന്നത്. നാട്യശാലകളെയും സേവിച്ചു, അതുപോലെ തന്നെ മദ്യത്തെയും സേവിച്ചു. അപ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്ത് ഈ നാട്യശാലകളിൽ പോയിരുന്ന് മദ്യം കുടിച്ച് വളരെ വിലാസത്തോടു കൂടി രാത്രി കഴിച്ചുകൂട്ടി എന്ന് അർത്ഥം വ്യാഖ്യാനിക്കണം. സുന്ദരമായിട്ടുള്ള നിലാവിൻ്റെ വർണ്ണനകളും ജനങ്ങളുടെയും മൃഗങ്ങളുടെയും ജീവികളുടെയും ഒക്കെ വർണ്ണനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കവി. ഈ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.